വരട്ടെ. ഹായ് ലിജോട്ടാ. ഇപ്പോൾ നമ്മൾ ഈ പടം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലിജോട്ടൻ പറഞ്ഞു നമ്മളിത് പക്ക റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണം. നമ്മൾ മേക്കിങ്ങിൽ അങ്ങനെ തന്നെ ലെങ്തി ഷോട്ട്സ് ആയിരിക്കും, അധികം കട്ട്സ് യൂസ് ചെയ്യില്ല, ആ രീതിയിൽ തന്നെ നമുക്ക് പിടിക്കാൻ. ലാസ്റ്റ് നമുക്ക് അങ്ങനെ ആ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് സിംഗിൾ ഷോട്ടായിട്ട് ലിജോട്ടൻ ഷൂട്ട് ചെയ്തത്. പക്ഷേ ലിജോട്ടൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു മറ്റേ 2-3 സീക്വൻസ് മാത്രം നമുക്ക് സിനിമാറ്റിക് ആക്കാം. ഇപ്പോൾ അവൻ്റെ കോളേജ് ഫൈറ്റ് അങ്ങനെ സാധനങ്ങൾ. ലിജോട്ടൻ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ പടത്തിന് ചൂസ് ചെയ്യാൻ കാരണം എന്താ? നിങ്ങളുടെ എഡിറ്ററാണല്ലേ? അതെ, ഷമീർ. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ചാർലിക്ക് വേണ്ടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഷമീറിന്. അപ്പം അത് സിനിമയിൽ ഈ നരേറ്ററുടെ 3 ലൈഫിൻ്റെ 3 കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. ആദ്യത്തെ 2 ബ്ലോഗ്സ് നമ്മൾ ഈ മൊണ്ടാഷസിലൂടെയാണ് കഥ പറയുന്നത്. പിന്നെ ഒരുപാട് നേരം നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നില്ല ഈ 2 കാലഘട്ടത്തിലും. അപ്പോൾ അത് 2 മാത്രമാണ് നമ്മൾ കുറച്ച് സിനിമാറ്റിക് അപ്രോച്ച് ഉള്ളത്. അതിൽ മ്യൂസിക്കിനായാലും ചിലപ്പോൾ ഒരു ആക്ഷൻ ബ്ലോക്കിനായാലും ഒക്കെ ചെറിയ സിനിമാറ്റിക് അപ്രോച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം അത് നമ്മൾ പിന്നെ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഷോക്കിംഗ് റിയാലിറ്റിയിലേക്കാണ് എൻറ്റയർ സിനിമയിൽ. അപ്പോൾ ആളുകളെ ഒന്ന് ബാലൻസ് ചെയ്തിരുത്തുക, പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന ആക്ച്വൽ സാധനത്തിലേക്ക് കയറ്റുക എന്നുള്ള ഒരു അപ്രോച്ചിന് വേണ്ടിയിട്ടായിരുന്നു അത് യൂസ് ചെയ്തത്. ഈ ലോങ് സിംഗിൾ ടേക്സും അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫോളോ ചെയ്തതിന് ഒറ്റൊരു റീസൺ ഉള്ളൂ. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെ സംബന്ധിച്ച് അവർ ലിറ്ററലി ആ സിനിമയ്ക്കകത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഒരുപാട് കട്ട്സ് ഒഴിവാക്കുമ്പോൾ പ്രത്യേകിച്ചും അവരുടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫ്ലോ ഉണ്ട് ഓഡിയൻസിന്റെ കാഴ്ച തടസ്സപ്പെടുത്തുന്ന. അത് നമ്മൾ ബ്രേക്ക് ചെയ്യണ്ട. അതായത് ലോങ് ടേക്സിൽ പോകുമ്പോൾ ലിറ്ററലി ഇയാളും ആ കഥാപാത്രത്തോടൊപ്പം പോയി അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് നമ്മൾ ലിറ്ററലി ക്രിയേറ്റ്. അത് നിൽക്കണം, അതിനുള്ള കനം ഉണ്ടായിരിക്കണം. അതെ, കനം ഉണ്ടാവണം. അതെ, അല്ലേ പൊട്ടിപ്പോകും.